ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് പഴയ പോലെ സ്നേഹമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ശോകമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പഴയ പോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരിലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പരാതികൾ പറയുന്നതിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇത് പരാതികൾ പറയാന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പെരുമാറുന്നതിൽ എന്തെങ്കിലും നമുക്ക് പറ്റാണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പരാതികളുടെ രൂപത്തിൽ പറയും. അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അതല്ലെങ്കിൽ നിനക്ക് എന്നോട് പഴയ പോലെ സ്നേഹമല്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. ഈ രീതിയിൽ പരാതികൾ എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പറയുന്നു എന്നുള്ളതാണ്. അതിൽ ചെറിയൊരു മാറ്റം വരുത്താം. പകരം നിങ്ങൾ ഇങ്ങനെ പറയാം, അതായത് നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതായത് നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. മീൻസ് പറയുന്നത് പരാതികൾ എന്നുള്ളത് മാറ്റി, അതിന്റെ ടൂൺ മാറ്റി നിങ്ങളുടെ ആഗ്രഹം എന്നുള്ള രീതിയിൽ അവരോട് പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആവശ്യം അവരോട് പറയാം. അതായത് പരാതികൾക്ക് പകരം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതികൾ പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വായി തുറന്ന പരാതികളെ പറയുള്ളൂ എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരാതികൾ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ ആഗ്രഹം നടക്കും വേണം. അപ്പോൾ ഈ രീതിയിൽ ഇനി മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ അവരോട് പറയാന്നുള്ളതാണ്. ഇത് കുറച്ച് പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി അവരോട് ഒരു 2-3 നല്ല കാര്യങ്ങൾ പറയുക. നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച്, ഇപ്പൊ അവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കഴിവിനെ കുറിച്ചോ, അല്ലെങ്കിൽ അവരെ കാണുന്ന അവരുടെ ഭംഗിയെ കുറിച്ചോ, അങ്ങനെ എന്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അവരോട് ഡെയിലി പറയാനായിട്ട് ശ്രമിക്കാം. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം നല്ല കാര്യങ്ങളൊക്കെ അത്രമാത്രം വേണ്ടേ പറയാനായിട്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, എല്ലാ ആളുകൾക്കും പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. സോ അങ്ങനെ അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത്, ആ കാര്യങ്ങൾ ഡെയിലി പറയാനായിട്ട് നോക്കുക. അപ്പോൾ ഡെയിലി ഒരേ കാര്യങ്ങൾ തന്നെ പറയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ഒരു ദിവസം 2-3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. പറയുന്നത് അവരെ കുറിച്ച് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ആളുകളെ, പുകഴ്ത്തി സംസാരിക്കുന്ന ആളുകളെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും അതുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിരിക്കും അവരെന്ന് പറയണത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം അവർക്ക് ഒരുപാട് കൂടുതലായിരിക്കും. നിങ്ങൾ എപ്പോഴും കൂടെ വേണമെന്ന് അവർ വിചാരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കുറിച്ച് വലിയ മതിപ്പാണ് എന്നായിരിക്കും അവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്. സോ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കും. നിങ്ങളെ സ്നേഹിക്കും, ഒരുപാട് സ്നേഹിക്കും. അത് നിങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ് കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇനി മുതൽ ഇതുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് 2 പേര് കൂടി ഒരു ട്രിപ്പ് പോവുക എന്നുള്ളതാണ്. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരുന്നതല്ല, ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. ഇത് 2 പേർക്കും ആസ്വദിക്കാൻ കഴിയുന്നതായിരിക്കണം. നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുള്ള സ്ഥലത്തേക്കായിരിക്കണം പോകുന്നത്. എപ്പോഴും പോകണമെന്നൊന്നും പറയുന്നില്ല, ഇടയ്ക്കെങ്കിലൊക്കെ ഇങ്ങനെ പോകുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്കിടയിലുള്ള ആ ഇഷ്ടം, ബോണ്ടിങ് കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ചില ആളുകളിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഇവരിങ്ങനെ ട്രിപ്പ് പോകുന്നതിന് മുന്നേ വിചാരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ട് വരണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുക, ഫൈറ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങിയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ട്രിപ്പ് ആകെപ്പാടെ മോശമാക്കിയിട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ ട്രിപ്പ് വരാനുള്ള ആഗ്രഹമേ അവർക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ നിങ്ങൾ കൂടിയിട്ടുള്ള ഒരു ട്രിപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ ഒരുമിച്ചുള്ള ട്രിപ്പ് മെമ്മറബിൾ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ 2 പേരും അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം പോയി കാണാം, 2 പേരും ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള
മീൻസ് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കണം നിങ്ങൾ അവിടെ ചെലവഴിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹം കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളൊരു മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സന്തോഷം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്